ഞാനൊരാളെ കൊന്നാൽ അതിലെന്തോ തെറ്റ്. ഏതിനെ ഡൊക്യോങ്ങും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇത് കേട്ട് ഇവർക്ക് സംശയം വന്നിട്ട് അവനെ ഫോളോ ചെയ്ത് തന്നെ പോകും. അപ്പോഴാണ് അവനും കാർ എടുത്തോണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഇത് കണ്ട് ഡോഹിയും ജിയോങ് പെട്ടെന്ന് നിന്റെ കൈതാ, നമുക്ക് അവനെ ഫോളോ ചെയ്യണം. ഏതിന് ഇവള് ധൃതി പിടിക്കുമ്പോഴാണ് അവനും ഹലോ എന്റെ പവർ യൂസ് ചെയ്ത് അവന്റെ അടുത്ത് പോവാണ്, നമ്മൾ അവന്റെ ബാക്ക് സീറ്റിൽ ചെന്നിരിക്കും, അത് വേണം നിനക്ക്. എന്നിട്ട് ഇവനും ഇവളും വിളിച്ചോണ്ട് ഒരു ടാക്സി പിടിച്ച് ഫോളോ ചെയ്യും. അങ്ങനെ ഡോഹിയും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ആ കാറിനെ ഫോളോ ചെയ്യാൻ പറയും. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ അവൻ എന്തുവാ ചെയ്യുന്നതെന്ന് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡോഹിയും അവന് നല്ല കാഴ്ചയെന്ന് പറഞ്ഞ് ഇവനെ സൈഡിലോട്ട് മാറിയിരിക്കാൻ പറയും. അപ്പോഴാണ് അവനും എക്സ്ക്യൂസ് മീ, ഞാൻ മാറി നിന്നാലും അവൻ എന്നെ കാണും, കാരണം എന്നെ കാണാൻ അത്ര ഹാൻഡ്സോ. എന്നിട്ട് അവനും പറയുമ്പോൾ തന്നെ അവൾ അവന് മിണ്ടായിരിക്കാൻ പറയും. ഇതോടെ അവനും ചമ്മി പോയിട്ട് ഓക്കെ എങ്കിൽ പിന്നെ നീ ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി ചായ വാങ്ങിച്ചിട്ട് തരാം. എന്നിട്ട് അവനും പോകാൻ നോക്കുമ്പോൾ ഇവളും നടന്നിട്ട് എടാ നമ്മളിപ്പോ എന്ത് കാര്യമാണ് ചെയ്യുന്നത്, നിനക്ക് ഈ സമയത്ത് ചായ കുടിക്കാൻ തോന്നുന്നു. ഏതിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും അതിനിപ്പോ എന്തുവാ, നീ അവനെ നോക്കിക്കൊണ്ടിരി, ഞാൻ ചായ കുടിച്ചിട്ട് തരാം. ഏതിന് അവനും പറയുമ്പം അവളും പറ്റത്തില്ല നിറഞ്ഞിട്ട് വാ പോകാന്ന് വിളിക്കും. അപ്പോഴാണ് അവനും ഓക്കെ വാ നമുക്ക് കടയിൽ പോകാം. ഏതിന് അവനും കടയിൽ പോകാനെന്ന് വിചാരിച്ച് സന്തോഷപ്പെടുമ്പോഴാണ് അവൾ അവനെ വിളിച്ചോണ്ട് ഡൊക്കിങ്ങിനെ ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോഴാണ് ഇവ രണ്ടും കൂടെ നോക്കുമ്പോൾ അവൻ അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് താഴെ സബ്വേക്കകത്ത് പോകും. ഇത് കണ്ട് ഇവള് ഷോക്കായി, ഇവൻ എന്തിനാ കാർ പാർക്ക് ചെയ്തിട്ട് സബ്വേ സ്റ്റേഷനിൽ പോന്നെ, ഇനിയിപ്പോ അവിടെ വെച്ചാണ് ഇനി അവൻ കില്ലറിനെ മീറ്റ് ചെയ്യുന്നത്. ഏതിന് ഇവള് സംശയപ്പെട്ടിട്ട് പെട്ടെന്ന് അവളുടെ കൈ കൊടുത്ത് ജിയോങ് ഇവളെ വിളിച്ചോണ്ട് സബ്വേയിലേക്ക് പോകും. അപ്പോഴാണ് ഇവരും കപ്പിൾസ് ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തേക്ക് വന്നേക്കും. ഇത് കണ്ട് അവളും ഓ നിനക്ക് എപ്പോഴും ഇങ്ങനത്തെ ചെറിയ സ്ഥലത്തിലോട്ടേ നീ വരത്തുള്ളൂ എന്നിന് അവളും പറഞ്ഞിട്ട് ഡൊക്കിങ് എന്തോ എന്ന് പറഞ്ഞ് ഒളിഞ്ഞു നോക്കുമ്പോഴാണ് അവനും ആ കില്ലർ എപ്പോഴും വയ്ക്കുന്ന ആ ലോക്കറിനകത്ത് എന്തെങ്കിലും ഉണ്ടോന്ന് പറഞ്ഞ് തുറന്നു നോക്കും. അപ്പോഴാണ് കറക്റ്റ് അതേ സമയം ഇവരുടെ നോക്കുന്ന കാര്യം അവനറിയും. അതോടെ അവനും പെട്ടെന്ന് തിരിയുമ്പോഴാണ് ഡോഹിയും ജിയോയും കൂടെ പേടിച്ച് അകത്തേക്ക് ഒളിയും. അപ്പോഴാണ് അവനും ഡോഹി നീ പറഞ്ഞ പോലെ അവന് നല്ല കാഴ്ചയാണല്ലേ, നമ്മളെ അവൻ കണ്ടെന്നാ തോന്നുന്നത്, നമുക്ക് ഇവിടെ നിന്ന് പോവാം. എന്നിന് അവളുടെ കൈ പിടിച്ച് അവനും വേറെ സ്ഥലത്തേക്ക് പോകാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് എന്തോ സംഭവിച്ചെന്ന് അറിയത്തില്ല, ഇവന്റെ പവർ വർക്ക് ചെയ്യത്തില്ല. അതോടെ അവനും ടെൻഷനായി, ഇതെന്തോ എന്റെ പവർ വർക്ക് ചെയ്യാത്ത. ഏതിന് അവന് കൺഫ്യൂസ് ആയിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേ സമയം ഡൊക്കിങ് ഇവരുടെ അടുത്തേക്ക് ഒന്ന് നിൽക്കും. അതോടെ അടുത്ത സെക്കൻഡ് അവൻ ഇവര് നോക്കാൻ പോകുന്ന അറിഞ്ഞ ഉടനെ ജിയോങ് പെട്ടെന്ന് ആ കോൺട്രാക്റ്റിനെ കുറിച്ച് ആലോചിക്കും. അതായത് പബ്ലിക് പ്ലേസിൽ ഇവര് റിയൽ കപ്പിളായിട്ട് ആക്ട് ചെയ്യണമെന്ന്. അതോടെ അവനും അത് പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്തി പെട്ടെന്ന് അവളെ കിസ് ചെയ്യും. ഇതോടെ ഡോഹി മൊത്തത്തിൽ ഷോക്കാകുമ്പോഴാണ് ഡൊക്കിങ് അകത്തരാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു കപ്പിൾസ് കിസ് ചെയ്യുന്നുണ്ട്. അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം ജിയോങ് പുറമോട്ട് മാറിയിട്ട് സോറി അവൻ നമ്മുടെ ഫേസ് ആണായിരിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ കിസ് ചെയ്ത. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവളും ആ അതും കുഴപ്പമില്ല, പക്ഷെ കറക്റ്റ് സമയത്ത് നിന്റെ പവർ വർക്ക് ചെയ്യാത്ത. ഏതിന് ഇവള് പറയുമ്പോഴാണ് അവനും അതാ എനിക്കും അറിയാത്ത, എന്റെ പവർ എന്താ വർക്ക് ചെയ്യാത്ത. ഏതിന് ഇവരുടെ വീണ്ടും ഡൊക്കിയോങ് പോയാൻ നോക്കുമ്പോഴാണ് അവൻ അവിടെ കാണത്തില്ല. അതിനുശേഷം ഡോഹി അവൻ ലോക്കറിനകത്ത് എന്തോ നോക്കിയെന്നറിയാൻ വേണ്ടി അവളോടി അവിടേക്ക് ചെല്ലും. അതേസമയം ജിയോങ് സൈഡിലേക്ക് നോക്കുമ്പോഴാണ് അത് കപ്പിൾസ് ഫോട്ടോ എടുക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇവരുടെ ഫോട്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് എടുത്ത് കാണും. കാരണം ഇവൻ ഇവിടുന്ന് പോകാൻ വേണ്ടി യൂസ് ചെയ്ത പവർ ആ ഫോട്ടോ എടുക്കാനാണ് യൂസ് ചെയ്തത്. അതിനുശേഷം അവൻ ആ ഫോട്ടോ കണ്ടിട്ട് തൽക്കാലം ഇത് ഡോഹി ഒന്നും അറിയണ്ടെന്ന് പറഞ്ഞ് അവനെടുത്ത് പോക്കറ്റ് അയക്കും. കാരണം ഇവർ കിസ് ചെയ്തത് അവന് സന്തോഷമുണ്ട്. അതിനുശേഷം ഇവനും അവളുടെ അടുത്ത് ചെന്ന ലോക്കർ നോക്കുമ്പോഴാണ് അവിടെ ഒന്നും കാണത്തില്ല. എന്നിട്ട് അവളും പിന്നെന്തിനാ ഡൊക്കിങ് ഇവിടെ നോക്കിയെന്ന് പറഞ്ഞ് അവള് കൺഫ്യൂസ് ആയിരിക്കുമ്പോഴാണ് പുറയിലേക്ക് മറ്റേ ലേഡിയും വന്നിട്ട് എന്തോ മക്കളെ നോക്കുന്നത്. എന്നതിന് അന്ന് പോലീസ് സ്റ്റേഷനെ കണ്ട ലേഡി ഇവിടേക്ക് വരുമ്പോഴാണ് ഇത് കണ്ട് ഇവരുടെ മേടിച്ചിട്ട് ഓ ഞങ്ങൾ എന്തോ നോക്കിക്കോട്ടെ, നിങ്ങൾക്കെന്തോ പ്രശ്നം എന്നതിന് അവരൊഴിക്കും. അപ്പോഴാണ് ആ ലേഡിയും ഓ ഇതെന്റെ സ്ഥലമാണ്, നിങ്ങളങ്ങനെ എന്തോ നോക്കിയേ മോനെ, നീ എന്നെ മറന്നിട്ടൊന്നുമില്ലല്ലോ എന്നതിനെ ജിയോങ്ങിനോട് ചോദിക്കുമ്പോഴാണ് അവനും പറയുന്നത് ഓ അന്ന് എനിക്ക് വേണ്ടി വെച്ച ചായ നിങ്ങളല്ലേ കട്ടെടുത്ത് കുടിച്ചേ എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും ജിയോങ് നിനക്ക് വരെ പരിചയമുണ്ടോ എന്നിന് അവൾ ചോദിക്കും. അപ്പോഴാണ് അവനും ആ അന്നൊരു ദിവസം പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടായിരുന്നു, കണ്ടിട്ട് ബെഗറായിട്ട് തോന്നുന്നു, എങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഏതിന് അവനും ഡോഹിയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഈ ലേഡി അവരൊന്നിച്ചോന്ന് നോക്കിയിട്ട് പറയും നല്ലോണം തിളങ്ങുന്നുണ്ട്, പക്ഷെ എത്ര കാലം തിളങ്ങുമെന്ന് നമുക്ക് നോക്കാം, കാരണം എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. ഏതിന് അവരും പറഞ്ഞോടെ ഇത് കേട്ട് അവന് ഷോക്കായി നോക്കും. അപ്പോഴാണ് അവളും ജിയോങ് എന്തോ പറ്റി, അവർ നിന്നോടാണ് പറഞ്ഞത്. ഏതിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും ഈ മനുഷ്യരൊക്കെ ചുമ്മാ ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും, അതേപോലെ ഒരു വ്യക്തി അവര്, വാ നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഏതിന് അവനും മൈൻഡ് ചെയ്യാതെ ഡോഹിയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവനും പുറത്തേക്ക് ചെന്ന് അവന്റെ പവർ വർക്ക് ചെയ്യുന്ന നോക്കുമ്പോഴാണ് ഇപ്പൊ അവന്റെ പവർ വർക്ക് ചെയ്യും. അതോടെ അവനൊന്നും മനസ്സിലാവാതെ ഇപ്പൊ മാത്രം എന്തോ ഈ പുല്ല് വർക്കാന്ന്. ഏതിന് അവനും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് കറക്റ്റ് ഇവന്റെ പവറും കൊണ്ട് റോസാപ്പൂ വളർത്തിയ ആ ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. പക്ഷെ ഇത് നമ്മുടെ ജിയോങ് കാണത്തില്ല. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഡൊക്കിങ്ങിനെ ഫോളോ ചെയ്ത് പോകുമ്പോഴാണ് അവൻ അവിടെ നേരെ വീട്ടിലേക്ക് പോകും. ഇത് കണ്ട് അവനും ഡോഹി എന്തോ പറയുന്നത്, നമുക്ക് അവന്റെ വീട്ടിൽ പോയല്ലോ ഏതിന് അവനും ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവളും ഇവൻ ഇത്രയും ക്ലോസിൽ കണ്ടതോടെ അവൻ കിസ് ചെയ്ത് ഓർമ്മ വരും. അതോടെ അവള് ഷൈ ആയിട്ട് ഇല്ല അതൊക്കെ റിസ്കാ, നമുക്ക് ഇന്ന് ഇതോടെ നിർത്താം. ഏതിന് അവളും അവനെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോകും. അതേസമയം ഡൊക്കിയോങ് വീട്ടിലേക്ക് വരുമ്പോഴാണ് അവന്റെ അമ്മ അവനെ കണ്ടിട്ട് മോനെ ഒരു സെക്കൻഡ് അവിടെ വെയിറ്റ് ചെയ്യും, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നിട്ട് അമ്മയും മെഡിറ്റേഷൻ ചെയ്യുന്നതൊക്കെ നിർത്തിയിട്ട് അവന്റെ അടുത്തേക്ക് വരും. ഡൊക്കിയോങ് നീ റീസെന്റ് ഡേയ്സ് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നിന്റെ അച്ഛൻ എന്നോട് തിരക്കി, ഞാൻ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ പറയുമ്പോഴാണ് അവനും അതിപ്പോ അറിയാവുന്ന കാര്യമല്ല, ഇനിയും നിങ്ങൾ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ മതി, എന്നെ നോക്കിക്കോളാം എനിക്കറിയാം. എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് അമ്മയും മോനെ നീ ഞാൻ അപ്പോയിന്റ് ചെയ്ത ആ
സൈക്കാട്രിസ്റ്റിനെ കണ്ടായിരുന്നു. അദ്ദേഹം ഫേമസ് ആയ ഡോക്ടറാ. ഇതിന്റെ അമ്മ പറയുമ്പോഴാണ് അവനും ഫേമസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എനിക്ക് ഡോക്ടറിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ഈ സൈക്കാട്രിസ്റ്റിനൊന്നും ഒട്ടും വിശ്വാസമില്ല. ഇതിന് അവനും ദേഷ്യത്തെ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇത് കേട്ട് അമ്മയ്ക്ക് നല്ല ദേഷ്യം വരും. അതിനുശേഷം അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് വീണ്ടും മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി വരും. സോറി, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇതോടെ നിർത്താം. നാളെ നിങ്ങൾ വരേണ്ട കാര്യമില്ല, എനിക്ക് ചാരിറ്റി കാര്യമായിട്ട് കുറച്ച് മീറ്റിംഗ് ഉണ്ട്. ഏതിനെ ഡോക്യോങ്ങിന്റെ അമ്മയും പറയും. അതേസമയം ഇപ്പോ ജിയോങ് അവളുടെ കൈ പിടിച്ച് അവന്റെ പവറൊക്കെ യൂസ് ചെയ്ത് നോക്കും. സത്യത്തിൽ എന്തുകൊണ്ട് അവിടെ അച്ഛന്റെ പവർ വർക്ക് ചെയ്യാത്ത? ഏതിന് അവനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവൾക്കും ബോറടിച്ചിട്ട് ഓ നീ ആദ്യം നിർത്താവോ, നീ കാണിക്കുന്നേ കണ്ട എനിക്ക് തല ഇറങ്ങുന്നത്. ഏതിന് അവൾ പറയുമ്പോഴാണ് അവനും യെസ് എനിക്ക് ഇപ്പോഴാ പിടികിട്ടിയ, അന്ന് എന്റെ പവർ നിന്റെ അടുത്തേക്ക് പോയപ്പോഴും ഇതേപോലെ സംഭവിച്ച, എനിക്ക് എന്റെ പവർ യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാ ആ കാറ് നമ്മളെ നോക്കി ഇടിക്കാൻ വന്നപ്പം ഞാൻ വെള്ളത്തിൽ നിന്റെ കൂടെ വീണു പോയ. സോ അതിനുശേഷം എന്റെ പവർ നിന്റെ അടുത്തേക്ക് വന്ന്, അതിനർത്ഥം അവിടെ ഇവിടെയും നീ എന്റെ അടുത്തുള്ളതാ പ്രശ്നം. സോ ഇതൊക്കെ നീ കാരണം സംഭവിക്കുന്നത്. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവളും ഓ ഇപ്പൊ എല്ലാ പ്രശ്നം എന്റെ തലയിലാക്കുവാണോ? ഏതിന് ഇവള് ദേഷ്യപ്പെടുമ്പോഴാണ് അവനും ഡോഹി ഞാൻ നിന്റെ അടുത്ത് തെറ്റെന്ന് പറയാൻ വന്നതല്ല, പക്ഷെ നിന്നെ കണ്ടപ്പോ തൊട്ട് എന്റെ പവർ മൊത്തത്തിൽ പോയി. അതുവരെ എനിക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ലായിരുന്നു. എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവളും ജിയോങ് നീ ഇപ്പൊ പറയുന്നത് തന്നെ ഞാനാ കുറ്റക്കാരിയെന്ന്, നിന്റെ പവർ അവിടെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റാത്തത് ഞാൻ എന്തോ ചെയ്യും? എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും അയ്യോ ഞാൻ നിന്നെ കുറ്റക്കാരിയായിട്ട് ഇവിടെ ബ്ലെയിം ചെയ്യുമല്ല, പക്ഷെ എന്തേലും ക്രിട്ടിക്കലായ സമയത്ത് എന്റെ പവർ വർക്ക് ആയില്ലെങ്കിൽ എന്തോ സംഭവിക്കും? നമ്മൾ അവിടെ വെച്ച് കുറച്ച് ന്യൂസൻസ് കാണിച്ചില്ലേ, അതേപോലെ ആയിപ്പോവും. ഏതിന് ഇവൻ പറഞ്ഞോടെ അവൾക്ക് ദേഷ്യം വന്നിട്ട് ഓ എങ്കിൽ പിന്നെ നീ എന്തിനാ അവിടെ ചെന്ന് കിസ് ചെയ്ത? വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തിക്കൂടായിരുന്നു? നീ എന്തോ വിചാരിച്ചേ നീ കിസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടെന്നാണ്? ഏതിന് ഇവള് ചൂടാകുമ്പോഴാണ് അവനും അതെന്തുവാ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല? ഏതിന് ഇവര് പരസ്പരം വഴക്കുണ്ടാക്കുമ്പോഴാണ് അവനും പെട്ടെന്ന് ടോപ്പിക് ആറ്റാൻ വേണ്ടി എന്റെ അസിസ്റ്റന്റ് പാർക്ക് അവിടെ പോയി എനിക്കൊരു ചായ ഓടിക്കണം. എന്നിന് നൈസിന് അവൻ അവിടെ നിന്ന് മുങ്ങും. അതേസമയം ഇപ്പൊ സിയോക്കും ജിയോങ്ങിന്റെ പഴയ കമ്പനിയെ കുറിച്ചൊക്കെ തിരക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ കമ്പനി വർക്ക് ചെയ്തവരുടെ പഴയ ഫോട്ടോസ് ഒക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ആദ്യം ഒരാളെ കാണാൻ അവന് ജിയോങ്ങിനെ പോലെ തോന്നും. അതിനുശേഷം ഇപ്പൊ പാർക്കും മിഷിനും കൂടെ ഡോഹിയും ജിയോങ്ങിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരും. അപ്പോഴാണ് അസിസ്റ്റന്റ് പാർക്കും കൈ കുറെ ലക്കേജ് ആയിട്ട് വന്നേക്കും. ഇത് കണ്ട് അവരും എന്താ പറ്റി, വീട് മൊത്തത്തിൽ ഷിഫ്റ്റ് ചെയ്തോ, കുറെ സാധനങ്ങളായിട്ട് വന്നേക്കുന്നു. എന്നിന്നെ സെക്രട്ടറി ചോദിക്കുമ്പോഴാണ് അവനും ഹാ ഇത് വെൽക്കം പാർട്ടിയാ, എന്റെ ബോസ് ഇവിടെ ഇപ്പൊ താമസിക്കുന്നത്, അതുകൊണ്ട് എന്റെ ബോസിനുള്ള എല്ലാ ലക്കേജും ഇവിടേക്ക് തന്നെ എത്തി. എന്നിനെ കുറെ വണ്ടിക്കകത്ത് ജിയോങ്ങിന്റെ സാധനങ്ങളൊക്കെ വരും. അതിനുശേഷം ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോകുമ്പോഴാണ് അവള് മൊത്തത്തിൽ ഷോക്കായി. ജിയോങ് ഇതൊക്കെ നീ എവിടെ വയ്ക്കാൻ പോവാ, ഇവിടെ സ്ഥലമില്ല. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും സോറി ഈ ജിയോങ് എവിടാണുള്ള അവിടെല്ലാം എന്റെ തിങ്സും കാണും, ഇതെല്ലാം വെറും സാധനങ്ങളല്ല, ഇതെല്ലാം ഓരോ ജിയോങ്ങാ, പണ്ട് തൊട്ടേ ഇവരൊക്കെ എന്റെ കൂടെ തന്നെ ഉണ്ട്. ഏതിന് ഇവനും പറയുമ്പോഴാണ് പാർക്കും ബോസ് നിങ്ങളുടെ കുറച്ച് വിലപ്പെട്ട സാധനങ്ങളൊക്കെ വയ്ക്കാൻ സ്ഥലമില്ല. ഏതിന് അവൻ പറയുമ്പോഴാണ് ജിയോങ് ഇത് കേട്ടിട്ട് എടാ സ്ഥലമില്ലെന്നൊന്നും പറയല്, അവിടെ ഡോഹിയുടെ റൂം ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്, അവിടെ ചെന്നച്ചാ. ഏതിന് ഇവനും പറഞ്ഞ അവിടെ ഡോഹിയും ദേഷ്യത്തി ഇല്ല ജിയോങ് ഇതിന് ഞാൻ അനുവദിക്കത്തില്ല, ഓശയ്ക്ക് നീ ഒന്ന് വന്നേ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഏതിന് അവളും പറഞ്ഞിട്ട് റൂമിലേക്ക് പോകുമ്പോഴാണ് ജിയോങ് അവിടേക്ക് വന്നിട്ട് ഡോഹി നമുക്ക് പിന്നെ സംസാരിച്ചാലോ, എനിക്ക് ഈ സാധനങ്ങളൊക്കെ അടുക്കി വെക്കാനുണ്ട്. ഏതിന് അവനും പറയുമ്പോഴാണ് അവളും ദേഷ്യത്തി അവനെ ഫോഴ്സ് ചെയ്ത് അകത്തേക്ക് വിളിക്കും. എടാ നീ എന്ത് വിചാരിച്ചേക്കുന്നത്, ഇവിടെ നീ മാത്രമല്ല താമസിക്കുന്നത്, ഞാനും കൂടെ ഉണ്ട്, നിന്റെ എല്ലാ സാധനങ്ങളും വെക്കാൻ ഇവിടെ സ്ഥലമില്ല. ഏതിന് ഇവള് പറയുമ്പോഴാണ് അവനും ഓ അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ, നിന്നോട് ആരെ ചെറിയ വീടൊക്കെ പണിയാൻ പറഞ്ഞ, കുറച്ച് വലിയ വീടാണെങ്കിൽ എനിക്കും കൂടെ കംഫർട്ടബിൾ ആയനെ. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവളും എന്തുവാ ഇത് ചെറിയ വീടോ, എടാ നിന്റെ സാധനങ്ങളെ കുറെ ഉള്ള, മര്യാദയ്ക്ക് ഇതെല്ലാം എടുത്തോണ്ട് നീ പുറത്തേക്കോ, നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ ഫ്രീഡം വേണം, അല്ലെ നിന്റെ ലക്കേജ് ഇത് ഫുൾ അടുക്കി വെച്ചാൽ പിന്നെ ഇവിടെ നടക്കാൻ പോലും സ്ഥലം കാണത്തില്ല. ഏതിന് ഇവള് പറയുമ്പോഴാണ് അവനും സോറി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അത് ഫുള്ളും ജിയോങ്ങാ, ഒരു ജിയോങ്ങിന് പുറത്താക്കിയാൽ പോലും എല്ലാവർക്കും ഹേട്ടാ. ഏതിന് ഇവനും പറഞ്ഞോടെ അവളെങ്കിൽ പിന്നെ വേറെ വഴിയില്ലെന്ന് പറഞ്ഞ് ആ ലക്കേജിന്റെ കൂടെ തന്നെ ഇവനും പുറത്താക്കും. ഓക്കെ എന്നെ പുറത്താക്കിയ സ്ഥിതിക്ക് എന്റെ കോഫിയും കൂടെ എടുത്തേക്ക്, ഞാൻ അകത്ത് മറന്നു വെച്ചേക്കുക. ഏതിന് അവനും പറയുമ്പോഴാണ് അവളും ദേഷ്യത്തി അവന്റെ കോഫി എടുത്തിട്ട് അവൾ ഡോർ ലോക്ക് ചെയ്യും. അപ്പോഴാണ് ഇതെല്ലാം സൈഡിൽ നിന്ന് അസിസ്റ്റന്റും കണ്ട് അടുത്തേക്ക് വരും. ബോസ് സത്യത്തിൽ നിങ്ങൾ കല്യാണം കഴിച്ചോല്ലേ എനിക്ക് തോന്നുന്നത്. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവനും എന്തോ പറ്റി, കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, എനിക്ക് എന്റെ ലക്കേജ് പോലും വീടിന്റെ അകത്തേക്ക് വെക്കാൻ പറ്റത്തില്ല. ഏതിന് ഇവൻ ചോദിക്കുമ്പോഴാണ് പാർക്കും അതെങ്ങനെ എനിക്കറിയാം, ഞാൻ കല്യാണം കഴിക്കാത്ത ഒരു സിംഗിളാ. ഏതിന് അവനും ജിയോങ്ങിനെ കളിയാക്കുമ്പോഴാണ് ഇത് കേട്ട അവനും എടാ നീ നല്ലോണം ചിരിച്ചോ, നിനക്ക് അവസാനം വരെ കല്യാണം നടക്കത്തേ ഇല്ല. ഏതിന് ഇവനും പറഞ്ഞോടെ അസിസ്റ്റന്റും ദേഷ്യപ്പെടും അങ്ങനെയൊന്നും പറയല്ലേ, വാക്ക് പിൻവലിക്ക്, എങ്കിൽ പിന്നെ ഈ ലക്കേജ് എല്ലാം ഞാൻ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാം, നീ അകത്തേക്ക് കയറിക്കോ. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവനും ഇല്ല ഞാനിതിനകത്തേക്ക് കയറണം, എനിക്ക് നാണമാനമൊക്കെ ഉണ്ട്. ഏതിന് അവനും പാർക്കിന്റെ കൂടെ പുറത്തേക്ക് പോകും. അതിനുശേഷം അവളുടെ സെക്രട്ടറിയും പാർക്കിനെ പോലെ തന്നെ കല്യാണം കഴിഞ്ഞ ലൈഫ് ഇങ്ങനെയാന്ന് കളിയാക്കുമ്പോഴാണ് ഇവളിത് കേട്ടിട്ട് മിഷിൻ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലേ, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയാന്ന്. ഏതിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവരും ആര് പറഞ്ഞു, എനിക്ക് 5 വർഷം മുമ്പ് കല്യാണം നടന്നെന്ന് പറയാം, പക്ഷെ അതിനുമ്പേ തന്നെ എല്ലാം പൊട്ടി പാളിപ്പോയി. ഏതിന് അവര് പറയുമ്പോഴാണ് ഇവൾ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട്, അവള് മൊത്തം ഷോക്കായിരിക്കും. അതിനുശേഷം ജിയോങ്ങും ആ ലക്കേജ് എല്ലാം കാറിനകത്ത് വെച്ചിട്ട് എടാ കണ്ടോടാ ഈ ലക്കേജ് എല്ലാം ഈ കാറിനകത്ത് തന്നെ പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നു, അപ്പൊ അവളുടെ വീട് ഈ കാറിനേക്കാളും ചെറുതാണോ. ഏതിന് ഇവൻ കളിയാക്കുമ്പോഴാണ് അവനും ബോസ് നമ്മളെ ഒരു വണ്ടിക്കകത്തൊന്നുമില്ല ലക്കേജ് വെച്ചാൽ കുറെ വണ്ടിക്കകത്തുണ്ട്, അതേപോലെ അവളുടെ വീട് ചെറുതൊന്നുമല്ല, നിങ്ങളുടെ സാധനങ്ങൾ കുറച്ച് വലുതാ. എന്നിന് ഇവനും പറയുമ്പോഴാണ് ഡോഹി അവനെ ഫോം
വിളിക്കുന്നത്. ഇത് കണ്ട് അവന് ഫോൺ എടുത്തിട്ട് ഹലോ ആരാ സംസാരിക്കുന്നത്? ഏതിന് ഇവന് ആരാന്ന് അറിയാത്തോലെ ആക്ട് ചെയ്യുമ്പം അവളും ദേഷ്യത്തി ഓ നിനക്ക് ഞാൻ ആരാന്ന് അറിയത്തില്ല അല്ലേ, എങ്കിൽ പിന്നെ അറിയാത്ത ആള് അവസാനമായിട്ടൊരു ചാൻസ് തരാം, ആ ലക്കേജിൽ അവിടെ ആക്കിയിട്ട് നീ വേണം അകത്തേക്ക് കയറുക. ഏതിന് ഇവള് പറയുമ്പോഴാണ് അവനും സോറി എന്റെ ലക്കേജ് ഇല്ലാതെ ഞാൻ എവിടേക്കും വരത്തില്ല. ഏതിന് അവനും പറഞ്ഞിട്ട് ഫോൺ കിട്ടിയും ഇതോടെ അവളും ദേഷ്യത്തി ഓ കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം ആയതുള്ളൂ അതിനുമ്പോ നിനക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോണോ, എങ്കിൽ പിന്നെ ഞാൻ നിന്നെ വിളിക്കുന്നില്ലടാ, നീ എപ്പോ തിരിച്ചു വരുന്ന ഞാനും നോക്കട്ടെ. ഏതിന് അവളും ദേഷ്യത്തിരിക്കും. അപ്പരാണ് ജിയോങ്ങിന്റെ ഒരു ലക്കേജ് മാത്രം അവിടെ കിടക്കുന്ന അവള് കാണുന്നത്. ഇത് കണ്ട് അവളും ചെന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് പഴയകാലത്തെ സാധനങ്ങളൊക്കെ അവനിങ്ങനെ സേവ് ചെയ്ത് വെച്ചേക്കും. ഇത് കണ്ട് അവളും പുച്ഛത്തി ഇതിന് വേണ്ടിയാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് അവൾ അവനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കും. അതേസമയം ജിയോങ് അവനോട് എടാ പാർക്ക് നീ ഇതെല്ലാം എടുത്ത് വീട്ടിലേക്ക് തിരിച്ചോ, അതിനുശേഷം യങ്സിയോട് നല്ലോണം പ്രാക്ടീസ് ചെയ്യാൻ പറ, നാളെ അവൾക്ക് പെർഫോമൻസ് ഉള്ള. എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവനും ബോസ് യങ്സി എപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, നിങ്ങള് ഡോഹിയെ കല്യാണം കഴിച്ച കാര്യം അറിഞ്ഞ തൊട്ട് അവള് നല്ല ദേഷ്യത്തില, നിങ്ങൾ വേണേ അവളെ കണ്ടൊന്ന് സംസാരിക്കത്തുന്നത്. എന്നിന് ഇവൻ പറയുമ്പോഴാണ് ജിയോങ്ങും ദേഷ്യത്തി ഞാൻ ഇതിനെ സംസാരിക്കണം, അവള് പോന്നേ പോട്ടെ, എങ്കിൽ പിന്നെ നാളെ പെർഫോമൻസ് ഒന്നും വെക്കണ്ട, അത് മൊത്തത്തിൽ ക്യാൻസൽ ചെയ്യും. ഏതിന് ഇവനും പറയുമ്പോഴാണ് പാർക്ക് ഒരു തവണെങ്കിലും അവളെ കണ്ടൊന്ന് സംസാരിച്ചോടെ ജയിക്കും. അപ്പരാണ് ജിയോങ്ങും ദേഷ്യത്തി ഇനി അവളെ കുറിച്ച് മിണ്ടണമെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവിടെ നിന്ന് പോകാൻ പറയും. അപ്പരാണ് അതേസമയം സിയോക്കിനെ കാണിക്കുന്നത്. അവനും ജിയോങ്ങിന്റെ പഴയ ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഡോഹിക്ക് ഫോൺ വിളിക്കും. ഡോഹി നീ ഇപ്പൊ എവിടാ, എനിക്ക് നിന്റെ അടുത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവളും ഇമ്പോർട്ടന്റ് ആയിട്ടോ എതിനെ കുറിച്ചാ? ഏതിന് ഇവൾ ചോദിച്ചാടാ അവനും അതോ നമ്മുടെ ജിയോങ്ങിനെ കുറിച്ച് ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്, നീ നേരിട്ട് തരാമോ? ഏതിന് അവനും പറഞ്ഞോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് വരുത്തിയിരുന്നു. അങ്ങനെ അതിനുശേഷം എന്തൊക്കെ സമയക്കുമ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയിലേക്ക് ഇട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെല്ലാം ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.